എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദരാകുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ പെട്ടകം ഗിത്തിനായി ഓബേദെദോമിൻ്റെ വീട്ടിൽ 3 മാസം ഇരുന്നതേ ഉള്ളൂ. 3 മാസം കൊണ്ട് അവൻ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തതുകൊണ്ട് അവനെ കുടുംബത്തെ എന്ത് ചെയ്യും, അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. 68-ലധികം പേരെ ദാവീദ് ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് വിളിക്കുവാനിടയായി തീർന്നു. പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ക്രൂശിൻ്റെ ഓരം ചുമക്കുവാൻ തയ്യാറായ കുറേനക്കാരനായ ശീമോൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു, കുടുംബമായി അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ കുറേനക്കാരനായ ആ ശീമോനെ പറ്റി നമുക്ക് കാണുന്നുണ്ട്. നീഗ്രോ ആയ ശീമോൻ, അവൻ കൗൺസിൽ മെമ്പറായി, യെരൂശലേമിലെ കൗൺസിൽ മെമ്പറായി. 2 യോഹന്നാൻ 2-ാം വാക്യത്തിൽ മാന്യമഹതിയാർക്കും മക്കൾക്കും വന്ദനം ചൊല്ലുന്നുണ്ട് യോഹന്നാൻ. അത് മാന്യമഹതിയാർ ആ കുറേനക്കാരൻ്റെ ശീമോൻ്റെ ഭാര്യ എന്നാണ് പറയുന്നത്. അലക്സാണ്ടർ അവരുടെ രാജ്യത്ത്, നീഗർ എന്ന് പറഞ്ഞ രാജ്യത്തെ ഗവർണറായി തീർന്നു. റൂഫസ് ക്രിസ്തുവിൽ പ്രസിദ്ധനായി തീർന്നു. അങ്ങനെ നീ ദൈവത്തെ മാനിച്ചാൽ ദൈവം നിന്നെ മാനിക്കാനിടയായി തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാനിക്കുന്ന ദൈവം ഇന്നും